എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂരിൻ്റെ ഈ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിൽ കഴിഞ്ഞ 38 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നൊരു സംഘടനയാണ് തൃശ്ശൂർ നാദബ്രഹ്മം ഫൗണ്ടേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വർഷത്തിലൊരു 4-5 പത്രസമ്മേളനങ്ങൾ നമ്മളിവിടെ നടത്താറുണ്ട്. ധാരാളം സംഗീത പരിപാടികളും കാരുണ്യ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ ലോക സമാധാനത്തിനും ഭാരതത്തിൻ്റെ അഖണ്ഡതയ്ക്കും വേണ്ടി കഴിഞ്ഞ 36 വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രഗത്ഭരായ പല സംഗീതജ്ഞരും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ നാദബ്രഹ്മം ഫൗണ്ടേഷൻ്റെ നമ്മുടെ കുടുംബാംഗങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ ഗുരുവായൂർ സംഗീതാർച്ചന, ഭഗവാന്റെ നാമങ്ങൾ ലോകസമാധാനത്തിന് വേണ്ടി നടത്തി വരുന്നു. അത് പതിവ് പോലെ തന്നെ മുടങ്ങാതെ 37ാമത്തെ വർഷമാണ് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഗുരുവായൂർ വെച്ചത് നമ്മൾ നടത്തുന്നത്. ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ് അവർകളാണ് നിലവിളക്ക് കൊളുത്തി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സംഗീതത്തോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ടാണ് ഈ നാദബ്രഹ്മം ഫൗണ്ടേഷൻ ധാരാളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ ഇതുവരെ നടത്തി കഴിഞ്ഞു. വർഷത്തിൽ പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. സംഗീതം മാത്രമല്ല, കലാകാരന്മാരുടെ ഈ കൂട്ടായ്മ, അതിനും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് നടന്നു വരുന്ന ഒരു സംഘടനയാണ് നാദബ്രഹ്മം ഫൗണ്ടേഷൻ. അതുപോലെ തന്നെ നമ്മൾ ജനുവരി 26-ന് ജയ് ജവാൻ ജയ് കിസാൻ എന്ന പരിപാടി പട്ടാളക്കാരെ നമ്മൾ അവർക്ക് ഉള്ള ഇത് കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. മാതൃവന്ദനം, അങ്ങനെ പല പരിപാടികളും ഒരു വർഷത്തിൽ തുടർച്ചയായിട്ട് 8-10 പരിപാടികൾ നമ്മൾ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്. ഇത് മാത്രമാണ് നമ്മൾ മേൽപ്പത്തൂരിൽ വെച്ചിട്ട് ഗുരുവായൂർ വെച്ചിട്ട് അത് അന്ന് അവിടെ വെച്ച് തുടങ്ങി. അതുകൊണ്ട് ഇപ്പോഴും അത് മുടങ്ങാതെ ആ ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ അതിൽ പ്രഗത്ഭരായിട്ടുള്ള പല കലാകാരന്മാരെയും, ഇപ്പോൾ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി, ദക്ഷിണാമൂർത്തി സ്വാമി, അർജുനൻ മാഷ്, പി സുശീല, പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ്, എം ജയചന്ദ്രൻ, കാവാലം ശ്രീകുമാർ, അങ്ങനെ തുടങ്ങി പല പ്രഗത്ഭരായ TS രാധാകൃഷ്ണജി, അവരെയൊക്കെ നമ്മൾ അവിടെ ഓണർ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ വന്ന് അവിടെ പാടിയിട്ടുമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പരിപാടി വിജയപ്രദമാക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് എല്ലാവരുടെയും പ്രാർത്ഥന നമുക്കുണ്ടാവണമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓഗസ്റ്റ് 15 നമ്മൾ ലെറ്റർ കൊടുക്കും. ഫെബ്രുവരി ആകുമ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ലെറ്റർ കൊടുക്കും. 2 മാസം മുമ്പേ പൈസ അടച്ച് നമ്മൾ ബുക്ക് ചെയ്യും. അതിപ്പോൾ അവർക്ക് അറിയാം, അവരുടെ ഇതിലും ഇത്ര വർഷങ്ങളായിട്ട് ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് നമ്മുടെ ലെറ്റർ കണ്ടു കഴിഞ്ഞാൽ അവർ ഫയല് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മുടങ്ങാതെ എല്ലാ വർഷവും അങ്ങനെ നടത്തുന്നു പറയുമ്പോൾ നമുക്കൊരു ദേവസ്വത്തിൻ്റെ ഒരു സഹകരണം നമുക്കില്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്രയും സമയം ഒരുമിച്ച് മേൽപ്പത്തൂര് തരിക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പെട്ടെന്ന് അത് കിട്ടില്ല. ഇളവൊന്നുമില്ല. നമ്മൾ കറക്റ്റ് ആ ടൈമിനുള്ള പൈസ അടച്ചിട്ട് തന്നെയാണ് GST അടയ്ക്കും. അതൊക്കെ അവർ പറയുന്ന മാതിരി ചെയ്യും. ബട്ട് ഇത്രയും സമയം നമുക്ക് ഒരുമിച്ച് തരുന്നത് നമ്മൾ ഈ ചെയ്യുന്ന സത്കർമ്മം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായതുകൊണ്ട് ഇതിനു മുമ്പുള്ള ചെയർമാൻമാരായാലും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ആയാലും കമ്മിറ്റി ആയാലും വളരെ നല്ലൊരു സഹകരണം. അല്ല, അവരുടെ സഹകരണം ഇല്ലാണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെയും കൂടി സഹകരണത്തോടു കൂടിയിട്ടാണ് ഇതിങ്ങനെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സമാധാനം ഇതുമാതിരി എത്രയോ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സമാധാനത്തിന് വേണ്ടി. രാജ്യങ്ങൾ തമ്മിൽ തന്നെ മീറ്റിങ്ങുകൾ നടക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുക, ഒരു വിശ്വാസം. ഇന്നല്ലെങ്കിൽ നാളെ കലികാലത്ത് മെസ്സേജ് അത്രയേ ഉള്ളൂ. മനുഷ്യനും കൂടി നന്നാവണേ. നമ്മൾ അതുകൊണ്ടാണ് ഈ സംഗീതം മാത്രമായിട്ട് പോവാണ്ട് അതല്ല, അത് നമ്മൾ ഇത്ര വർഷം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അത് നടക്കും എന്നുള്ളൊരു വിശ്വാസം അത്രയേ ഉള്ളൂ. കൈകാലാണ്
പക്ഷെ നമ്മൾ ഈ സംഗീതജ്ഞന്മാരാണെന്ന് പറഞ്ഞ് ഈ സംഗീതം മാത്രമല്ലാണ്ട് അതുകൊണ്ടാണ് ഈ കുറെ നല്ല കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം കൂടി അങ്ങനെ ചെയ്യാനുള്ള അങ്ങനെ ഒരു പ്രചോദനം വന്നത്. സത്കർമ്മങ്ങളും പട്ടാളക്കാരെയൊക്കെ ആദരിക്കണം എന്ന് പറഞ്ഞാൽ അതൊന്നും ഈ ഇതിനോട് ബന്ധപ്പെട്ടല്ല. പക്ഷെ നമ്മളെ എല്ലാ മേഖലകളിലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മാതൃവന്ദനം വളരെ ഗംഭീരമായിരുന്നു. മനസ്സിലായില്ലേ? ടൗൺ ഹാളിൽ ഫുൾ പാക്കഡ് ആയിരുന്നു ഓഡിയൻസ്. കുറെ അമ്മമാരെ നമ്മൾ ആദരിച്ചു. 38 അമ്മമാരെ നമ്മൾ അവരെ ആദരിച്ചു. മേയറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രോഗ്രാംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിൽ പ്രാധാന്യമായിട്ട് ഈ ഓഗസ്റ്റ് 15 നമ്മൾ ഇത്ര വർഷം മുടങ്ങാതെ സ്വാതന്ത്ര്യദിനത്തിന് ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അതെ അതെ അത്ര അതങ്ങനെയല്ല. ഇപ്പൊ അസുഖങ്ങൾക്കുള്ള ചിലവരുടെ ആപ്ലിക്കേഷൻസ് വരും, ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ. അതുമാതിരി എഡ്യൂക്കേഷനാണ് മെയിനായിട്ട്. എഡ്യൂക്കേഷന് വളരെ സാധുക്കളായിട്ടുള്ളവർ ഇത് ചെയ്യും. പിന്നെ നമ്മുടെ ഗവൺമെന്റ് സ്കൂളുകളിൽ കഴിവില്ലാത്ത ചിലവർ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു 10-30 കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു വർഷത്തെ പഠന സൗകര്യങ്ങൾ, പിന്നെ ഈ അനാഥാലയങ്ങൾ അല്ലെങ്കിൽ വയസ്സായവരെ വൃദ്ധസദനങ്ങൾ അവിടെയൊക്കെ പോയിട്ട് നമ്മൾ അവരായിട്ട് ഒരു ദിവസത്തെ ഒന്ന് കൂടി അവർക്കുള്ള ഓണപ്പുടവ ഒക്കെ കൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അന്നത്തെ ഫുൾ സ്പോൺസറിങ് നമ്മൾ ചെയ്ത് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങോട്ട് ചില ഇത് വരാറുണ്ട് കുട്ടികളുടെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും. തൃശ്ശൂർ ജില്ലയിൽ. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്ത് അവർക്കുള്ള എഡ്യൂക്കേഷൻ അതൊക്കെ നോക്കി കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെ ഒരു ചാരിറ്റി എന്നുള്ള ലെവലിൽ അതിന് നല്ലൊരു റെസ്പോൺസ് കിട്ടുന്നുണ്ട്. നമ്മൾ അതിനുവേണ്ടി വേറെ കളക്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് ചെയ്യും. അതിനും കൂടി ഒരു പ്രാധാന്യം വെച്ചുകൊണ്ട് വെറുതെ ഇങ്ങനെ ഒരു കലാസംഘടന എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ കുറേ പ്രോഗ്രാം നടത്തുന്നു, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമെന്നല്ലാണ്ട് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഇതുമാതിരിയുള്ള ഇപ്പോൾ എത്രയോ കുട്ടികൾ എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ ഇല്ലാണ്ട് അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാൻ പറ്റാണ്ടൊക്കെ. അപ്പം അതൊക്കെ നമ്മൾ തീരുമാനിച്ച് അവിടെ പോയി അന്വേഷിച്ച് അത് കറക്റ്റായിട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടാവുന്നത് ഫുള്ളായിട്ടുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ ഒരു ഫസ്റ്റ് ഗഡുവെങ്കിലും ഫീസ് അടയ്ക്കാനുള്ള ഒരു സാഹചര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം അവർക്ക് അതൊരു പ്രചോദനമായി. അപ്പോഴേക്കും വേറെ ആരെങ്കിലും വരും. അങ്ങനെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അത് നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ജൂണിൽ ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് കുറച്ച് സ്കൂളുകളിൽ നമ്മൾ പോയി അപ്ലിക്കേഷൻ അവരോട് റിക്വസ്റ്റ് ചെയ്യും. ആരെങ്കിലും ഇങ്ങനെ തീരെ കഴിവില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവരോട് നമുക്കൊരു 1 ഇയറിനുള്ള അവരെ ബുക്സും ബാഗും ഫീസോ അല്ലെങ്കിൽ അങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സെലക്ട് ചെയ്തിട്ട് ഒരു 10-20 കുട്ടികളുടെ സ്കൂളിൽ നിന്ന് കിട്ടാറുണ്ട്. കിട്ടുമ്പോൾ നമ്മൾ അവിടെ സ്കൂളിൽ പോയിട്ട് അതിനൊരു ഫംഗ്ഷനായിട്ടൊന്നും വെക്കില്ല, കാരണം അത് കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവും. അവരിങ്ങനെ പൈസ ഇല്ലാണ്ട് നമ്മൾ കൊടുക്കണമെന്ന് പറയാം. അപ്പോൾ അത് നമ്മൾ സ്കൂളിൽ കൊടുക്കും. അവരത് ആരും അറിയാതെ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെ നമ്മൾ കുറേ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒപ്പം. അപ്പോൾ ഈ മ്യൂസിക്കിൻ്റെ ഒപ്പം തന്നെ അത്തരം പ്രവർത്തനങ്ങളും കൂടി നമ്മൾ വർഷത്തിൽ അങ്ങനെ കുറേ അതും കൂടി ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ട്. ഇത് നമ്മൾ നമ്മുടെ ഒരു വർഷത്തിലൊരിക്കൽ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെയ്യും. അമേരിക്ക കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ ശ്രീരാമ സംഗീത സദസ്സ് നടത്താറുണ്ട്. അത് കൂടാണ്ട് ഇത്തരം ഈ ജവാനെ ആദരിക്കുക, മാതൃവന്ദനം, അങ്ങനെ മറ്റുള്ള പരിപാടികളും നമ്മൾ ഒഴിവനുസരിച്ച് ആ ദിവസങ്ങളനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതെ, ഈ ജവാനൊക്കെ നമ്മളാണ് ആദ്യമായിട്ട് അങ്ങനെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞിട്ട് ഒരു യുദ്ധത്തിൽ മരിച്ചുപോയ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യയും അതുമാതിരി തന്നെ അതിൽ പങ്കെടുത്തിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ഏതെങ്കിലും പട്ടാളക്കാരുണ്ടെങ്കിൽ അവരെയും നമ്മൾ NCC കാഡറ്റ് ഇവിടുത്തെ എല്ലാ കോളേജുകളിലും ഇൻഫോം ചെയ്ത് അവരൊക്കെ വന്ന് കളക്ടറും അല്ലെങ്കിൽ ഇതൊക്കെ വന്ന് നമ്മൾ ഗംഭീരമായിട്ട് അവർക്കൊരു ഓണറിങ് നമ്മൾ ചെയ്യാറുണ്ട്. അന്ന് ആ ദേശഭക്തി ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതും ഇവിടെ ആരും ചെയ്യാറില്ല, ഒരു ഗാനമേളയും നടത്തും. ഈ പ്രോഗ്രാം കഴിഞ്ഞത് സൈനിക പ്രണാമം വളരെ സക്സസ് ആയിട്ടുണ്ട്. ആരും ചെയ്യാത്ത കാരണം നമ്മളത് ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഓഫീസുകളിൽ മിലിറ്ററി ഓഫീസിലൊക്കെ പോയിട്ട് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവരൊക്കെ വളരെ സപ്പോർട്ടാണ്. ആരും ചെയ്യണില്ല, നിങ്ങൾ അത് ചെയ്യണത് വലിയൊരു കാര്യമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക്, അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള പ്രചോദനം അഗൈൻ വരുന്നത്. ഇപ്പോൾ 2 വർഷമായി ഈ ജാനുവരി 26 നമ്മൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാ വർഷവും നമ്മൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം എന്നുള്ള ഒരു മാതൃവന്ദനം കഴിഞ്ഞ കൊല്ലം ആദ്യമായിട്ട് ചെയ്തു. അതും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു. അപ്പോൾ അത് എവരി ഇയർ അതിനോടൊപ്പം തന്നെ ഒരു ഗാനമേളയും വയ്ക്കും. അന്ന് ഈ അതിനോട് ബന്ധപ്പെട്ട ഗാനങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ ഗായകരെല്ലാവരും ഗായികമാരും കൂടി പാടിയിട്ട്
മദേഴ്സ് ഡേ ആ സെയിം ഡേ തന്നെ കിട്ടി നമുക്ക്. അപ്പം അന്ന് തന്നെ നമുക്ക് ഭംഗിയായിട്ട് അത് 38 അമ്മമാരെ നമ്മൾ ഓണപ്പുടവയും അവർക്കൊരു ചെറിയൊരു എമൗണ്ടും ഒക്കെ കൊടുത്ത് നമ്മൾ ഓണർ ചെയ്തു ടൗൺ ഹാളിൽ. അവരെയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വണ്ടിയിൽ കൊണ്ടുവന്ന് തിരിച്ച് ഇവിടെ നിന്ന് കൊണ്ടാക്കി ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് എല്ലാം ചെയ്തു. അമരി ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ഒരു പ്രിവിലേജ് കാർഡ് നമ്മുടെ ഇതിൽ കൊടുത്തു. ദയ ഹോസ്പിറ്റല്, കണ്ണിൻ്റെ ദൃശ്യം അവരായിട്ടൊരു ടൈപ്പിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് അത് വലിയൊരു നല്ല കാര്യമല്ലേ. അപ്പം നമ്മളെ കൊണ്ടാവുന്നത് ഒരു ലിമിറ്റേഷനിൽ നമ്മൾ ചെയ്തു വരുന്നു ഇതുവരെ. അത് ഇനി കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് വേറെയും മേഖലകളിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. അത് ദൈവം സഹായിച്ച് നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. അന്ന് പത്രത്തിൽ വന്നിരുന്നു ചൂണ്ടില് രാജശേഖരൻ അമ്മയെ കൊണ്ടുവന്നത്. അന്ന് ഞങ്ങളുടെ പരിപാടിക്ക് വന്നിരുന്നത് അമ്മയെ കൊണ്ടുവന്നിരുന്നത്. അമ്മ മരിച്ചുപോയി പത്രത്തിൽ കാണിച്ചു. ഓക്കെ, തന്നെയാണ് ഞങ്ങൾ 5 പേര് അതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും സപ്പോർട്ടും തരണം. അറിയിക്കണം.